നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ജ്യോതിശാസ്ത്രത്തിലെ ഏത് സമയവും ഫലം ചെയ്യുന്ന ബുധൻ്റെ ചാരവശാലുള്ള മാറ്റമാണ്. ബുധൻ ഇതാ 1200 ഇടവമാസം 23-ാം തീയതി മുതൽ കേവലം 16 ദിവസം, മിഥുനമാസം 8-ാം തീയതി വരെയുള്ള 16 ദിവസങ്ങൾ മിഥുനൻ രാശിയിലേക്ക്, സ്വന്തം ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുകയാണ്, സ്വന്തം ഗൃഹത്തിലേക്ക് പ്രവേശിക്കുകയാണ്. സ്വമന്ദിരഗതേ ഗൃഹേ പ്രഭു പരിഗ്രഹാത് ആയതിം പ്രഭുത്വം. ഒരു ഗ്രഹം സ്വന്തം ക്ഷേത്രത്തിൽ പ്രവേശിക്കുമ്പോൾ രാജാവിലൂടെ തനിക്ക് അംഗീകാരം ലഭിക്കുന്നു, അധികാരികളുടെ തനിക്ക് പവർ, അധികാരം അത് ലഭിക്കും. സ്വന്തം ക്ഷേത്രത്തിൽ ഒരു ഗ്രഹം നിൽക്കുമ്പോൾ പ്രഭുത്വം, താൻ സ്വയം ധനികനാവുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനാൽ മിഥുനത്തിലേക്കുള്ള, സ്വന്തം ക്ഷേത്രത്തിലേക്കുള്ള ബുധൻ്റെ പ്രയാണം വളരെയധികം ഗുണമാണ്. 2025 ജൂൺ മാസം 6-ാം തീയതി മുതൽ ജൂൺ മാസം 22-ാം തീയതി വരെയുള്ള 16 ദിനങ്ങൾ. പക്ഷേ മറ്റൊരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. ബുധൻ പ്രവേശിക്കുമ്പോൾ ആ ബുധൻ്റെ ക്ഷേത്രത്തിൽ മിഥുനം രാശിയിൽ വ്യാഴവുമുണ്ട്. വ്യാഴവും ബുധനും പരസ്പര ശത്രുക്കളാണ്, വലിയ ശത്രുക്കളാണ്. പക്ഷേ ബുധനും വ്യാഴവും ഒന്നിച്ച് നിൽക്കുമ്പോൾ അവിടെ ഒരു വലിയ യോഗം, ഒരു യോഗം പിറക്കുകയാണ്. ദിഗ്രഹയോഗം എന്ന് പറയും ജ്യോതിഷത്തിൽ. സൗമ്യ രംഗജരോ ബൃഹസ്പതിയുതോ ഗീതപ്രിയോ നൃത്തവിത്ത്. വ്യാഴവും ബുധനും കൂടി യോഗം ചെയ്യുമ്പോൾ ആ വ്യക്തി രംഗത്ത് ശോഭിക്കുന്നു, സ്റ്റേജിൽ ശോഭിക്കുന്നു. തൻ്റെ കർമ്മമേഖല, അതാണ് തൻ്റെ രംഗം. തൻ്റെ കർമ്മമേഖലയിൽ അദ്ദേഹത്തിന് യശസ്സുണ്ടാകുന്നു, അദ്ദേഹം ശോഭിക്കുന്നു, അദ്ദേഹം തൻ്റെ ഉത്സാഹത്തിലൂടെ ആ രംഗത്ത് ശോഭിക്കുന്നു. ഈ സമയമൊക്കെ വളരെ നല്ലതാണ് ഹോസ്പിറ്റാലിറ്റി മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക്. അപ്രകാരം തന്നെ കൺസൾട്ടൻസി, ഇവൻറ്റ് മാനേജ്മെൻറ്റ്, സിനിമ, എഴുത്ത്, പാട്ട്, കൂത്ത്, അഭിനയം. കാരണം മറ്റൊരു ഫലം പറഞ്ഞു, ഗീതപ്രിയ, ആ വ്യക്തി പാട്ടിനോട് വലിയ പ്രിയത്വം ഉണ്ടാവും. നൃത്തവിത്ത്, അദ്ദേഹത്തിന് നൃത്തമറിയാം. അതിനാൽ കലയുമായി ബന്ധപ്പെടുന്ന ഏത് മേഖലകളിലും തൻ്റെ പ്രഭാവം പ്രകടിപ്പിക്കുവാൻ ഇത്ര നല്ലൊരു സന്ദർഭമില്ല. ഈ മിഥുനൻ രാശിയിലെ ബുധൻ്റെയും വ്യാഴത്തിൻ്റെയും ദിഗ്രഹയോഗം നമുക്ക് ചിന്തിക്കണം. മേടൻ രാശി മുതൽ മീനൻ രാശി വരെയുള്ള 12 രാശിക്കാർക്കും എപ്രകാരമാണ് ഈ ബുധൻ ഫലത്തെ പ്രദാനം ചെയ്യുക എന്ന വിഷയം ഞാൻ പറഞ്ഞു. ബുധൻ ഏത് സമയത്തും ഫലം ചെയ്യുന്ന ഗ്രഹമാണ്. അതിനാൽ നമുക്ക് ബുധനെ നന്നായി സന്തോഷിപ്പിക്കണം. എങ്ങനെ സന്തോഷിപ്പിക്കാം? ബുധനെ കൊണ്ടാണ് ശ്രീരാമൻ, ശ്രീകൃഷ്ണൻ, നരസിംഹം, ബലരാമൻ, പരശുരാമൻ, ശ്രീകൃഷ്ണൻ തുടങ്ങിയ അവതാര ദൈവങ്ങളെ, ദ ഇൻകാർണേഷൻ ഓഫ് ലോർഡ് വിഷ്ണു നാം ചിന്തിക്കുന്നത്. അതിനാൽ പെട്ടെന്ന് ഫലം കിട്ടുവാൻ നരസിംഹ മന്ത്രമൊക്കെ ജപിക്കുന്നത് വളരെ നല്ലതാണ്. ഓം ലക്ഷ്മി നരസിംഹ മൂർത്തയെ നമഃ എന്ന മന്ത്ര സാധനയിലൂടെ നമുക്ക് ശത്രുക്കളെ ഒതുക്കാൻ കഴിയും. നമുക്ക് നമ്മുടേതായ വിഷയത്തിൽ അങ്ങേയറ്റം ഗുണങ്ങൾ വരും. ഇനി നമുക്ക് ഓരോ രാശിക്കാരുടെയും ശുഭാശുഭ ഫലങ്ങളെ ചിന്തിക്കാം. ഉത്രാട നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴിക, തിരുവോണം അവിട്ടം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക വരുന്ന 2.25 നക്ഷത്ര സമൂഹമാകുന്നു മകരൻ രാശി. ഇവിടെ മകരൻ രാശിക്ക് ബുധൻ നിൽക്കുന്നത് 6-ാം ഭാവത്തിലാണ്. 2 ഭാവങ്ങളുടെ ആധിപത്യമാണ് ബുധനി. ഒന്ന് 9-ാം ഭാവാധിപത്യം. എന്താണ് 9? ഭാഗ്യധർമ്മ ദയാപുണ്യ തപസ്ഥാത സുതാത്മജാഹ ദാനോപാസന ശൗശീല്യ ഗുരവോ നവമാദപി. ഗുരുക്കന്മാർ, പിതാവ്, തൻ്റെ ഭാഗ്യം, ധർമ്മം, ദയാ, പുണ്യം, ദാനം, ഉപാസന, ഇതിനൊക്കെ തന്നെ ബുധൻ 6-ാം ഭാവത്തിൽ നിൽക്കുന്നു. 6-ാം ഭാവം ശത്രുഭാവമാണ്. അതിനാൽ ബുധൻ സ്വന്തം ക്ഷേത്രത്തിൽ ബലവാനാണെങ്കിലും ഈ ബുധനെ കൊണ്ട് നമുക്ക് ഈ പൂർവികമായ ധർമ്മദൈവ സങ്കേതങ്ങളിൽ പ്രീതി നിർബന്ധമായും ചെയ്യണം. പ്രധാനപ്പെട്ട പോയിന്റ്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ്, പിതാവിൻ്റെയും ഗുരുവിൻ്റെയും അസ്വസ്ഥതകൾ വാങ്ങരുത്. തൻ്റെ ഉപാസന, ധാർമ്മികത, ഉപാസന നിലനിർത്തണം. അച്ഛൻ ശത്രുവായി വരാൻ പാടില്ല. പലപ്പോഴും രേഖാപരമായ വിഷയത്തിൽ തനിക്ക് അനുഭവിക്കേണ്ടുന്ന ഭാഗ്യം നഷ്ടപ്പെട്ടു പോകും. വിദേശത്തേക്ക് പോകേണ്ടുന്ന വ്യക്തിയായിരിക്കാം. പെട്ടെന്നായിരിക്കും തന്നെ രേഖ നഷ്ടപ്പെടുക, യാത്ര മുടങ്ങിപ്പോവുക, യാത്രാ തടസ്സം വരും. പിന്നീട് ബുധൻ 6-ാം ഭാവാധിപത്യമുള്ള ഗ്രഹമാണ്. 6-ാം ഭാവം എന്ന് വെച്ചാൽ തസ്കര അരാതി വിഘ്നാതിർ വ്യാധയശ്ച തനുക്ഷതി മരണം വാ അരിശസ്ത്രേണ ചിന്തനീയം ഹി ഷഷ്ഠത. തസ്കരൻ, കള്ളൻ, ശത്രു, വിഘ്നങ്ങൾ, ശരീരത്തിലുള്ള മുറിവുകൾ, ഇതൊക്കെ ചിന്തിക്കേണ്ടുന്ന ഭാവമാകുന്നു 6-ാം ഭാവം. ശത്രുവിൻ്റെ ആയുധം കൊണ്ട് തനിക്ക് മരണം സംഭവിക്കാൻ ചിന്തിക്കേണ്ടുന്ന ഭാവവും 6-ാം ഭാവം കൊണ്ടാണ്. ഇതിനാൽ രേഖാപരമായ വിഷയം വളരെ ശ്രദ്ധിക്കണം. ധാരാളം ശത്രുക്കൾ വരും. 6-ലെ ബുധൻ വരുമ്പോൾ വരാഹമിഹിര ആചാര്യൻ പറഞ്ഞിരിക്കുന്നത് അശത്രു എന്നാണ്. നാസ്തി ശത്രു യസ്യസ്ത, ഇയാൾക്ക് ശത്രുവില്ല. പക്ഷേ ചമത്കാരം എന്താണ് പറഞ്ഞിരിക്കുന്ന ഫലം നേരെ വിപരീതമാണ്.
പലപ്പോഴും അനുഭവം അതായി കാണുന്നു. വിരോധോ ജനാനാം നിരോധോ രിപൂണാം പ്രബോധോ യതീനാം ച രോധോ നിദാനാം ബുധേ സത്വേന ആവഹാരോ നിധീനാം ബലാദാർത്ഥക സംഭവേ ശത്രുഭാവേ. 6-ാം ഭാവത്തിൽ ബുധൻ ശക്തനായി വരുമ്പോൾ ബലാത്കാരമായി കാശ് വാങ്ങുമെന്നാണ്. അതിനാൽ പലപ്പോഴും സർക്കാരുമായി ബന്ധപ്പെടുന്ന കൈക്കൂലിക്കാരായ ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ ബലാത്കാരേണ കാശ് സമ്പാദിക്കാം. ഒരു തത്വദീക്ഷയും മയവുമില്ലാതെ തങ്ങളുടെ കാര്യങ്ങൾ നടത്തിക്കൊടുത്ത് കാശ് സമ്പാദിക്കാം, കുന്നുകൂട്ടാം. ഈ സമയത്ത് നിധി അപഹരിക്കുമെന്നാണ്. തനിക്ക് നിധി അപഹരിക്കും 6-ൽ ബുധനുള്ള സമയത്ത്. അതിനാൽ പലപ്പോഴും ദേവസ്വം ബോർഡ് മുതലായ വലിയ വലിയ സങ്കേതങ്ങളിൽ ജോലി ചെയ്യുന്ന വ്യക്തികളൊക്കെ തന്നെ കാശ് എണ്ണുമ്പോൾ കാശ് അടിച്ചു മാറ്റാം. നിധി, നിക്ഷിപ്തമായ ധനം അപഹരിച്ചെടുക്കും. അത് ദേവൻ്റെ മുതലാണ്. അത് സ്വർണമാകാം, മറ്റ് അസംബിൾ ചെയ്ത വസ്തുക്കളാകാം, ധനമാകാം. അങ്ങനെ താൻ അത് എടുത്ത് തൻ്റേതാക്കി മാറ്റാം. ദേവൻ്റെ സ്വത്ത്, ദേവസ്വം. പക്ഷെ അതിൻ്റെ ഭാവി, അതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളും ചിന്തിക്കണം 6-ൽ ബുധനുള്ള വ്യക്തികൾ. അപ്രകാരം തന്നെ വിരോധോ ജനാനാം, ജനങ്ങളുമായി വിരോധമുണ്ടാകും. നിരോധോ രിപൂണാം, ശത്രുക്കൾ തൻ്റെ യാത്രക്ക് തടസ്സമുണ്ടാക്കും. രോധോനിലാനാം, വായു സംബന്ധമായ ബുദ്ധിമുട്ടുകൾ വരും. ഒരു യതിയുടെ പ്രബോധം ഇദ്ദേഹത്തിന് ലഭിക്കുമെന്നൊരു ഫലവും പറഞ്ഞിരിക്കുന്നു. അതിനാൽ ഈ ബുധൻ ശ്രദ്ധിക്കുക, അപകടത്തിൽ ചെന്ന് ചാടരുത്. മകരം രാശിക്കാർ, സ്വതവേ മകരം രാശിക്കാർക്ക് ഇപ്പോൾ 6-ൽ വ്യാഴമാണ്, അഷ്ടമത്തിൽ ചൊവ്വയും കേതുവുമാണ്. വളരെയധികം ശ്രദ്ധിക്കണം. ശാരീരിക വിഷയങ്ങളൊക്കെ തന്നെ മനസ്സിന് അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഗ്രഹമാണ് ബുധൻ. പാരുഷ്യശ്രമ ബന്ധ മാനസരുജാഹ, വാക്കുകൊണ്ട് പരുഷത ഉണ്ടാക്കും. വളരെയധികം കഠിനാധ്വാനം ചെയ്യേണ്ടി വരും. മനസ്സിന് അസ്വസ്ഥത വരും, അത് പ്രകടിപ്പിക്കും പെട്ടെന്ന് തന്നെ. സ്കിൻ സംബന്ധമായ ത്വഗ് രോഗത്തിനെ വളരെയധികം ശ്രദ്ധിക്കുകയും ചെയ്യണം മകരം രാശിക്കാർ. എല്ലാ മകരം രാശിക്കാർക്കും ശോഭനമായ നല്ലൊരു ബുധൻ്റെ ചാരവശാലുള്ള മിഥുനൻ രാശിയിലേക്കുള്ള പ്രവേശം ഉത്തമമായി ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.